പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഒരുപാട് ചിന്തിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. എന്താ ചിന്തിക്കുന്നത്? സ്ഥിരമായിട്ടുള്ള ഒരു കാര്യം, ഞാൻ അങ്ങനെ പറയാണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, അവരെന്നോട് ഇങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ എന്നോട് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നി എന്നുള്ള ഒരേ കാര്യമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ, കുളിക്കുമ്പോൾ, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒക്കെ ഇത് തന്നെ ഒരേ ചിന്തകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചിലർ പറയുന്നുണ്ട്, എൻ്റെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് എന്നുള്ളത് ഈ ഓവർ തിങ്കിങ് ആണ്. ഞാനതിന് മാറ്റം പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്കതിൻ്റെ റിസൾട്ട് എത്തുന്നില്ല. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്കൊരു അവയർനെസ് ഒക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് അതിൻ്റെ സീരിയസ്നെസ് അറിയില്ല. എന്ന് വെച്ചാൽ ഓവർ തിങ്കിങ് എന്നത് എത്രമാത്രം ഒരു പോയിസൺ ആയിട്ടുള്ള കാര്യമാണെന്ന്. ഇതൊരു സ്ലോ പോയിസണാണ്. പ്രത്യക്ഷത്തിൽ ഇത് നിങ്ങളുടെ ഉറക്കത്തെ, നിങ്ങളുടെ ജോലിയെ, ഭക്ഷണ രീതികളെ ഒന്നും ഇത് കാര്യമായിട്ട് ബാധിക്കില്ല. പക്ഷെ ഇത് മെല്ലെ മെല്ലെ ബാധിച്ചു തുടങ്ങുന്നത് നിങ്ങൾ അറിയില്ല എന്നുള്ളതാണ്. കാരണം അത് നിങ്ങളുടെ സമയത്തെ, എനർജിയെ, പ്രൊഡക്ടിവിറ്റിയെ, ക്രിയേറ്റിവിറ്റിയെ എല്ലാം അത് താറുമാറാക്കി കളയും. അതുകൊണ്ട് നിങ്ങളുടെ ഓവർ തിങ്കിങ് കുറയ്ക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മെല്ലെ മെല്ലെ ചെറിയ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകളായിട്ട് ചെയ്തു തുടങ്ങുക. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സെറ്റ് ബൗണ്ടറീസ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യണമെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ തോട്ട്സിലും നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. അതിന് കാരണം നോട്ട് എവറി തോട്ട് ഡിസേർവ്സ് യുവർ എനർജി.